എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രിയാമ്പിൾ വരെ പറഞ്ഞായിരുന്നു. പ്രിയാമ്പിൾ ഒരു ബേസിക്സ്, അല്ലെങ്കിൽ എന്തായിരുന്നു പ്രിയാമ്പിൾ, എന്തിനാണ് പ്രിയാമ്പിൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് കുറച്ചിട്ട് ഒരു എക്സ്പ്ലെയിൻ ആയിട്ടൊരു വീഡിയോ ചെയ്യാമായിരുന്നു. ഞാൻ അന്നേ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. സോ ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് പറയാം. ക്ലാസ് അല്ല, വീഡിയോ പറയാം. അതിൽ വേറെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കീ വേർഡ്സ് ഇൻ ദി പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഒരുപാട് വേർഡ്സ് നമ്മൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ കീ വേർഡ്സ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഉണ്ടാവില്ല. ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രാറ്റേണിറ്റി, ഇക്വാലിറ്റി, അതുപോലെ തന്നെ ഒരുപാട് വേർഡുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പിന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട്. ഇതൊരു ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ചാർട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 30 minutes ആണ്. അപ്പോൾ 30 minutes നിങ്ങൾ കേൾക്കുക, താല്പര്യമുള്ളവർ. ഓക്കെ, ഇനി ഈ വേർഡ്സ് ഇൻ ദ പ്രിയാമ്പിൾ. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി പറയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അൾട്ടിമേറ്റ് സോവറിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, സോവറിറ്റി ഓഫ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് എന്താണ് പരമാധികാരം എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് സുപ്രീം പവർ ലൈ ചെയ്യുന്നത് നമ്മുടെ ജനങ്ങളിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവിനോ അല്ലെങ്കിൽ ഒരു കിങ്ങിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മിലിറ്ററി റൂളോ അങ്ങനെയൊന്നുമല്ല ഇവിടെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് അധികാരം നിൽക്കുന്നത്, അതിന്റെ സോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യുന്നത് ജനങ്ങളിലാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇൻ കേസ് അതായത് ഇപ്പൊ ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ രാജ്യം ഭരിക്കുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്, ബൈ ഡെഫിനേഷൻ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥം നടക്കുന്നതും. ഈ രാജ്യത്ത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കാരണം ഞാൻ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? എൻ്റെ കാര്യങ്ങൾ, ഈ രാജ്യത്തിന് കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, റെപ്രസെൻറ്റേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ എന്നിലൂടെ ആ വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവിലൂടെ ഞാൻ തന്നെയാണ് ഇവിടെ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഓരോ ഇന്ത്യയിലെ ഓരോ സിറ്റീസിനും അങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ബൈ ഡെഫിനേഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഡെമോക്രസി എന്ന്. ഓക്കെ, so it indicates the ultimate sovereignty of the people of India. Sovereignty means the independent authority of the state not being subject to the control of any other state or external power. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു എക്സ്റ്റേണൽ പവറിന്, ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലേ, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെ എന്തായിരുന്നു ഇംഗ്ലണ്ട്, ആ രാജ്യം എന്ത് ചെയ്തില്ല, 1947 വരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ഒരു ഏരിയനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രാജ്യം ഇനി 1947 ശേഷം വലിയ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു, റിപ്പബ്ലിക് ആയതിനു ശേഷം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഇടപെടുക. ഓക്കെ, ആ സ്റ്റേറ്റിന്റെ ബൗണ്ടറി നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ച് തെറ്റാണ്, ഈ നിയമം ഇങ്ങനെ വരാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് സജഷൻസ് തരാം, റെക്കമെൻഡേഷൻസ് തരാം, ഒരു സബ്ഡ്യൂ ചെയ്തില്ല, അതായത് അണ്ടറിലാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ആ രാജ്യങ്ങൾ ചെയ്യുക. അല്ലെ, അത് നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇൻഡിപെൻഡന്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഇടപെടുന്ന സ്ഥലങ്ങളുണ്ട്, പല കൊളോണിയൽ പവർ സ്റ്റിൽ സ്ട്രോങ് ഹോൾഡായിട്ട് നിൽക്കുന്ന ലോകത്തെ രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെയുള്ള ഒരു ഇടപെടലും ഇനി അനുവദിക്കില്ല, പറ്റില്ല. ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും സംഘടനകൾ, ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിങ്സ്, ഇത്തരം രാജ്യങ്ങളൊക്കെ ഇന്ത്യ മെമ്പറാണ്. പക്ഷെ അവർ വിചാരിച്ച് അവർ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചെയ്യണമെന്നില്ല. ഓഫ് കോഴ്സ് ദേ ക്യാൻ ബി ഡിബേറ്റ് ആൻഡ് അതുപോലെ തന്നെ കോമ്പൻസേറ്റ് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും ഇവൻ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തണമെന്നൊന്നും അതിന് വലിയൊരു ഇതൊന്നുമില്ല. ഓഫ് കോഴ്സ് അതിൻ്റെതായ കോൺസിക്വൻസസ് വേറെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻസോ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലായി വരും, ഏതെങ്കിലും ഒരു വേറൊരു രാജ്യമോ ഒരു ഓർഗനൈസേഷനോ ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ തലയിടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. തലയിടാന്ന് വെച്ചാൽ അത് റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇന്ത്യ ക്യാൻ ഡിസൈഡ് ഇറ്റ്സ് ഓൺ. ഓക്കെ, അങ്ങനെയാണ് ബൈ ഡെഫിനേഷൻ ഒരു ലോകത്ത് അങ്ങനെയല്ല നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, എന്നിരുന്നാൽ കൂടി അതാണ് ഈ സോവറിൻ എന്ന വാക്കിന്റെ സത്യം പറഞ്ഞ സോവറിനിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം. നമുക്ക് നോട്ട് ബീങ് സബ്ജക്ട് ടു ദി കൺട്രോൾ ഓഫ് എനി അതർ സ്റ്റേറ്റ് ഓർ എക്സ്റ്റേണൽ പവർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമായതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്, അങ്ങനെ ഒരു ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത വാക്കാണ് സോവറൈൻ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ദ ടേം മീൻസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡൊമിനിയൻ ഓഫ് എനി അതർ എക്സ്റ്റേണൽ പവർ ഇൻ ദിസ് കൺട്രി. In the country, the legislature has the power to make laws which are subject to certain limitation. അതായത് the term is ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണ്.
ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പവറിന് എന്തില്ല, ഏതെങ്കിലും എക്സ്റ്റേണൽ പവർ മീൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ രാജ്യത്തിൻ്റെ അണ്ടറിലല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇൻ ദ കൺട്രി ദ ലെജിസ്ലേച്ചർ ഹാസ് പവർ ടു മേക്ക് ലോസ് വിച്ച് ആർ സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റേഷൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, എന്തുമായിക്കോട്ടെ എല്ലാ നിയമങ്ങളും നമുക്കറിയാവുന്ന ഇന്ന് കാണുന്ന ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, എല്ലാ നിയമങ്ങളും, ഓക്കെ, ഈ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അകത്തുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റാണ്. ലോക്സഭയായിക്കോട്ടെ, രാജ്യസഭ ആയിക്കോട്ടെ, സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിക്കോട്ടെ, വിധാനസഭ, വിധാന പരിഷത്തൊക്കെ നിങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിയമസഭ, അതൊക്കെ നമ്മൾ അവരാണ് നിയമം ഉണ്ടാക്കുന്നത്. നമുക്ക് പുറത്തുള്ള ഒരാളുമല്ല ഇവിടുത്തെ നിയമങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഓക്കെ, ഇനി അടുത്ത വേർഡാണ്. അടുത്ത ഒരു വേർഡ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വേർഡാണ് സോഷ്യലിസം. അല്ലെങ്കിൽ സോഷ്യലിസം എന്താണ് ഈ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ടേം മീൻസ് ദ അച്ചീവ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് എൻഡ്സ് ത്രൂ ഡെമോക്രാറ്റിക് മീൻസ് ഇറ്റ് ഹോൾസ് ഫെയ്ത്ത് ഇൻ മിക്സ്ഡ് എക്കോണമി ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ്. അതായത് സോഷ്യലിസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെൽഫെയർ ഓഫ് എ സ്റ്റേറ്റ്, ഇതിൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അതാണ് അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പോളിസീസ് അല്ലെങ്കിൽ സ്കീംസ് ആയിരിക്കും എന്ത് ചെയ്യും ആളുകൾ എടുക്കുക. ഓക്കെ, സോഷ്യലിസം പല ടൈപ്പ് സോഷ്യലിസം ഉണ്ട്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത സോഷ്യലിസം ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഭരിക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ആയിരിക്കും കംപ്ലീറ്റ്ലി എല്ലാ പ്രോപ്പർട്ടിയും ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള ലാൻഡ് ഓൺ ചെയ്യുന്നത് വരെ സ്റ്റേറ്റ് ആയിരിക്കും, അത് ഗവൺമെൻറ് ആയിരിക്കും. ജനങ്ങൾ തീരെ കൺട്രോൾ ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ ആതൊരു സോഷ്യലിസം ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡൈല്യൂട്ടഡ് ആയ ഡിലൂഷനുള്ള സ്റ്റേറ്റാണ്. കാരണം എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതിൽ വന്നാൽ മാത്രമേ കൺട്രോൾ ഉണ്ടാവും. കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ വെൽഫെയർ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ വെൽഫെയർ കൃത്യമായിട്ട് കൈകളിൽ എത്തുന്നു എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട്. എന്നിരുന്നാലും കൂടി സോഷ്യലിസം എന്ന് പറയുന്ന എക്സാക്ട് വേർഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല സ്കീംസ്, ഇപ്പോൾ ജനങ്ങൾ ഫ്രീ ഫുഡ്, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ മെഡിക്കൽ കെയർ, അതുപോലെ തന്നെ ഫ്രീ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പലതരത്തിലുള്ള ഇൻഷുറൻസ് സ്കീംസുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കീംസ്, പല ഫിനാൻഷ്യൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീംസുകൾ, അങ്ങനെയുള്ള പലതും നമ്മുടെ രാജ്യത്തുണ്ട്. വേറെ പല രാജ്യത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയവരായിരിക്കും, ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ കിട്ടുന്നത്. നമുക്ക് എല്ലാവരും ഒരു 1-2 കിലോമീറ്റേഴ്സിനകത്ത് തന്നെ ഒരു ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷ്യ വിതരണം നടക്കുന്നുണ്ട്. അതായത് ഓരോ സ്കീം ത്രൂ, ഇതൊക്കെ എന്താണ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിറകിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം അധ്വാനിച്ച് രക്ഷപ്പെട്ടുള്ളൂ. അവിടെ കുറച്ചും കൂടി അൾട്ടിമേറ്റ്ലി മോസ്റ്റ്ലി ലൈക്ക് ഹ്യൂമൻ്റെ എന്താണ് പൊട്ടൻഷ്യൽ പവേർഡ് ആയിരിക്കും. അത് അവർ ലൈക്ക് മോർ ബിസിനസ് ഓറിയൻറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇവിടെ അങ്ങനെയായിരുന്നു, പ്രോഫിറ്റ് അല്ല ലക്ഷ്യം, ഇവിടെ ലക്ഷ്യം വെൽഫെയർ ആണ്. അപ്പോൾ അതാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. സോ അത് മാത്രമല്ല ഇറ്റ് ഓൾസോ ഫെയ്ത്ത് ഇൻ മിക്സ്ഡ് എക്കോണമി വെർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനം നിങ്ങൾ നോക്കിയൊക്കെ പ്രോപ്പർ സോഷ്യലിസം ഒന്നും അല്ല സോഷ്യലിസം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് സോഷ്യലിസം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതേപോലെ തന്നെ പക്ഷേ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ നിങ്ങൾ നോക്കി നോക്കിയാൽ ഇവിടെ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഒളിഗാർക്കി എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ അവരാണ് അവിടുത്തെ കീ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ അവിടെ പ്രോഫിറ്റ് മോട്ടീവ് ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്പ്ലോയിറ്റേഷനൊക്കെ കൂടുതലായിരിക്കാം. മേ ബി ലൈക്ക് മോസ്റ്റ്ലി റൺ ബൈ പ്രോഫിറ്റ് അല്ലെങ്കിൽ മണി ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആ രാജ്യത്തിന് ഉണ്ടാവും. പക്ഷേ നേരെ സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് ആയ ഇപ്പോൾ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്, അവിടെ കുറച്ചുകൂടി ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളായി തീരുമാനിക്കുക. മേ ബി കട്ടിങ് ഉണ്ടാവും, പല കാര്യങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും, പല കാര്യങ്ങളിലും നമുക്ക് കുറേ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ലൈക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അത്ര എഫിഷ്യൻ ആൻഡ് സ്മൂത്ത് ഒന്നും ആകണമെന്നില്ല. പക്ഷേ ബൈ ദി എൻഡ് ആ ഒരു സർവീസ് ചിലപ്പോൾ ജനങ്ങളിലെത്തും. ഓക്കെ, ആ സോഷ്യലിസം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യ ഈസ് ലൈക്ക് ഒരു കംപ്ലീറ്റ് സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് അല്ല. കാരണം ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങളൊന്നും അല്ല, ഗവൺമെൻറ് അല്ല കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കാര്യമാണ് ഇവിടെയും മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന് വലിയ രീതിയിലുള്ള റോളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി ഡിസൈഡ് ചെയ്യുന്നതിൽ, എക്കോണമിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന് വലിയൊരു പ്ലേ ഉണ്ട്. പക്ഷേ അതൊരിക്കലും തന്നെ എന്താണ് ഓവർടേക്ക് ചെയ്യുന്നില്ല ഗവൺമെൻറ് അതിൻ്റെതായ പവർ ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിന് പവർ ഉണ്ട്.
ഇത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. മോസ്റ്റ്ലി ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്നാലും ബാലൻസ്ഡ് ആയിട്ടാണ്, ഏകദേശം ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മിക്സഡ്. അപ്പോൾ അതാണ് സോഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ്. അതായത് സോഷ്യലിസം, എക്സാക്ട് സോഷ്യലിസം അല്ല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ്. ബോത്ത് പ്രൈവറ്റ് പ്ലേയേഴ്സ് അതുപോലെ തന്നെ ഗവൺമെന്റിന് ഈക്വൽ ആൻഡ് അബണ്ടന്റ് റോൾ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ വേർഡ്, അത് സത്യം പറഞ്ഞാൽ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ കുറിച്ച് ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോ ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ അതിന് ചേഞ്ചസ് വരും. അല്ലെ, കാലത്തിനനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേതിരിക്കും അല്ലേ. പല അമെൻഡ്മെന്റുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു 2019 വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരുപാട് അമെൻഡ്മെന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നമ്മുടെ പല ലോസ് ആയിക്കോട്ടെ, ഇപ്പം നേരത്തെ ഇന്ത്യൻ പിന്നൽ കോഡ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ എൻറ്റയർ ക്രൈം ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റംസ്, അത് ക്രിമിനൽ പ്രൊസീജിയർ സിസ്റ്റം, അത് മൊത്തം മാറ്റി എന്താണ് അതിൻ്റെ പേര് തന്നെ മാറ്റി അല്ലേ, അമെൻഡ്മെന്റുകൾ വരുത്തി. അത് പേര് മാത്രമല്ല, ഒരുപാട് വകുപ്പുകളൊക്കെ അതിൽ മാറ്റി അല്ലേ. ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ, നാഗരിക സുരക്ഷിത, അങ്ങനെ BNSS എന്നൊക്കെ നിങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ അമെൻഡ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ കൂടി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് 42nd അമെൻഡ്മെന്റ് ആക്ട്, അതായത് 1976 ഡ്യൂറിങ് ദി റൂൾ ഓഫ് ഐ ബിലീവ് ഇന്ദിരാഗാന്ധി ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള ഏജ് ആ ടൈമാണെന്ന് അറിയില്ല. എന്നിരുന്നാൽ കൂടി കൃത്യമായ ഡേറ്റ് അറിയില്ല. ആ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 42nd അമെൻഡ്മെന്റ് ആക്ടിൽ ആ സമയത്ത് 42nd അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അമെൻഡ്മെന്റ് നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അതിലൊരു അമെൻഡ്മെന്റ് ഇതായിരുന്നു, അതായത് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തു. അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ നേച്ചർ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദി ഇൻഫ്ലുവൻസ് ഓഫ് USSR ഒക്കെ ഉണ്ട്, ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. ഓക്കെ, അടുത്ത പറയുന്നത് സെക്യുലർ, SECULAR. ഓക്കെ, that this term means that all religions in India get equal respect, protection and support from the state. ഞാൻ സെക്യുലർ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ സെക്യുലർ അല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിൻ്റെ ചെറിയൊരു നോട്ട് തന്നായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ സ്റ്റേറ്റാണ്. സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതായത് എല്ലാ മതങ്ങളോടും എല്ലാ റിലീജിയൻസിനോടും, അത് ഇന്ന് അതിൻ്റെ മൈനോറിറ്റി ആണോ മെജോറിറ്റി ആണോ, അല്ലെങ്കിൽ വളരെ വളരെ യുണൈറ്റഡ് ഫ്രഞ്ചാണ്, വളരെ ചെറിയൊരു ഫ്രഞ്ച് എലമെന്റ്സ് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടി, റിലീജിയസ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ കൂടി എല്ലാ റിലീജിയൻസിനും, ഓക്കെ, അങ്ങനെ വേർഡ് ഓൾ ദി റിലീജിയൻസ് അങ്ങനെയാണ്. ഇൻ ഇന്ത്യ ഈക്വൽ റെസ്പെക്ട്, എല്ലാത്തിനും ഒരേ ബഹുമാനം, പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കും. ഒരു റിലീജിയനെ മറ്റൊരു റിലീജിയനെ എൻഗൾഫ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അടിച്ചമർത്താൻ പാടില്ല, ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ ആരാധനാ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ, ലൈഫ് ഫോളോ ചെയ്ത് പോകാൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കും. എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിലീജിയന്, അതിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് കൊടുക്കും. യു അണ്ടർസ്റ്റുഡ്? ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സെക്യുലറിസം ആണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. കാരണം അതൊരു ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ കൊണ്ടുപോകാം. ഇനി എത്രമാത്രം റിലീജിയൻസ് ടെൻസ്ഡ് ആണ് എന്നതിനെക്കാട്ടും നല്ലത് ലൈക്ക് ഇന്ത്യ ഹൈലി റിലീജിയസ് രാജ്യമാണ്. അത് കണ്ടിന്യൂസ് ഒരുപാട് വലിയ രീതിയിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് സെക്റ്റുകളുണ്ട്, കൾച്ചറുകളുണ്ട്, അല്ലെങ്കിൽ മതങ്ങൾ തന്നെ ഒരുപാട്, അതിൽ തന്നെയുള്ള ഒരുപാട് ഡോമിനേഷൻസ് ഉണ്ട് പലതും. അപ്പോൾ ആളുകൾ അത്രമാത്രം റിലീജിയസ് ആയ ഒരു ജനവിഭാഗമാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അതുമായി ബന്ധപ്പെടാത്തൊരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റ്സ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ഇമ്പാക്റ്റിക്. അത് അക്കോമഡേറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്, കൊണ്ടുപോകാനാണ് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അത് ജനങ്ങളുടെ എല്ലാ വിശ്വാസ കാര്യങ്ങളും വരെ ഗവൺമെൻറ്റിൽ അതിൽ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്യുലർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി പ്രിയാമ്പിൾ ബൈ 42nd അമെൻഡ്മെന്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1976 അമെൻഡ്മെന്റ് പ്രകാരം ആഡ് ചെയ്ത അമെൻഡ്മെന്റ് ആണ്. അതായത് ആഡ് ചെയ്ത വേർഡാണ് ഒറിജിനൽ ടെക്സ്റ്റിൽ, അതോ പ്രിയാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ വന്ന ആ പ്രിയാമ്പിൾ ഒരിക്കലും തന്നെ സെക്യുലർ ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞ വേർഡ് ഇല്ലായിരുന്നു. നമ്മൾ പിന്നീട് ആഡ് ചെയ്താണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആഡ് ചെയ്താണ്. അടുത്താണ് ഡെമോക്രാറ്റ്. നമുക്ക് എല്ലാവർക്കും പറയും. The term implies that the Constitution of India has an established form of constitution. Constitution of India has an established form of constitution which gives authority from the will of the people expressed in an election. ജനങ്ങളുടെ തീരുമാനമാണ് വിൽ. ഓക്കെ, ജനങ്ങൾ വിചാരിക്കും ആര് ഭരിക്കണം. ഓക്കെ, അതാണ് ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അതായത് ഒരുപാട് ഡെമോക്രസീസ് ഉണ്ട് ലോകത്ത്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഞാൻ തന്നെ ഭരിക്കും.
അതായത് എനിക്ക് തന്നെ ഭരണത്തിൽ പങ്കുണ്ടാവും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് എനിക്ക്, അല്ലെങ്കിൽ ആ മേഖലയിൽ എനിക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഇന്ത്യയിൽ നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരാൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് നമ്മുടെ ഡിസ്റ്റൻ്റായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 tier സിസ്റ്റമാണ്. നമുക്ക് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പ്രസിഡന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഒരു പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ. പിന്നെ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് MLAs ഉണ്ടാവും, ഓക്കെ, MLCs ഉണ്ടാവും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ടാവും, നമുക്കൊരു ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഇനി നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ, സെൻട്രൽ ലെവലിലേക്ക് വരുമ്പോൾ MPs ഉണ്ടാവും, മെമ്പർ ഓഫ് പാർലമെന്റ്, അല്ലേ, രാജ്യസഭയായിട്ടും ലോക്സഭയായിട്ടും. അവരുടെ മുകളിൽ അവർക്കൊരു ഹെഡായിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഞാൻ തിരഞ്ഞെടുത്ത ആളുകളാണ്. ഞാൻ തീരുമാനിക്കും എൻ്റെ രാജ്യം ഏത് ഐഡിയോളജി, ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഏത് ഇങ്ങനെയായിരിക്കണം റൂൾ ചെയ്യാൻ ഞാൻ തീരുമാനിക്കും. സോ ഐ ഹാവ് ദി വോയിസ്, മൈ വിൽ ഈസ് ബീങ് എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ്. ഓക്കെ, മൈ വിൽ ഇല്ല, എൻ്റെ തീരുമാനമാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഓക്കെ, ജനങ്ങളുടെ തീരുമാനം തന്നെയാണ് എല്ലാ ഗവൺമെൻറ്റും, നിങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് വേറെ എവിടെ എന്തെങ്കിലും കൊണ്ടുവന്നത്, ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റിപ്പബ്ലിക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു elected head of the state ആണ്. അതായത് the term indicates that the head of the state is elected by the people in India. The president of India is the elected head of the state. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ആരാ? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് ആ പൊസിഷനാണ്, ഒരിക്കലും പേരല്ല. ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ, രാഷ്ട്രീയമായിട്ട് അലൈൻഡ് ആണോ, അതൊന്നും അല്ല അവിടെ വരുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ ആണ് ഈ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന്. ഫസ്റ്റ് സിറ്റിസൺ എന്നൊക്കെ പറയും. അദ്ദേഹത്തിനാണ് ഏറ്റവും മോസ്റ്റ്ലി ഹൈലി പ്രിവിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന പൊസിഷൻ. അല്ലെങ്കിൽ ആ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രസിഡന്റ് പോലും, ഈ രാജ്യത്തിന് ഏറ്റവും സുപ്രീം പൊസിഷനായിരിക്കുന്ന പ്രസിഡന്റ് പോലും എന്താണ് ഇലക്റ്റഡ് ആണ്. അപ്പോൾ ജനങ്ങളെ തീരുമാനിച്ചത് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ഒരിക്കലും തന്നെ ഇൻഡയറക്റ്റ് ഏതെങ്കിലും ഒരാൾ അവിടെ ഓൾറെഡി ഉള്ളതല്ല. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പട്ടികയിൽ പെട്ട ആളുകൾ മാത്രം, അല്ലെങ്കിൽ പർട്ടിക്കുലർ രാജവംശത്തിൽപ്പെട്ട ആളുകൾ മാത്രം, പ്രത്യേക ആശയമുള്ള ആളുകൾ മാത്രമല്ല. അങ്ങനെയല്ല ഇത് പറയുന്നത്. നമ്മുടെ ആള് തന്നെ, ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ, അതാണ് MPs, അവരാണ് സെലക്ട് ചെയ്യുന്നത്. അവർ വോട്ടിംഗ് ഇടുന്നു, ഒരാൾ പ്രസിഡന്റാക്കി മാറ്റും. എവറിതിങ് ഈസ് കണക്റ്റഡ് ആണ്. എലക്ടഡ് ഹെഡ് തന്നെയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ആ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ദി, എനിക്ക് തോന്നുന്നു പ്രിയാമ്പിളോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ പറയും. എന്തുകൊണ്ട് ഇതിന് എഡ്ജക്റ്റീവ്സ് എന്ന് പറയും, ഒരു ക്വസ്റ്റ്യനൊക്കെ ചൂസ് ചെയ്തിരുന്നു ഒരു എക്സാമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റിനൊക്കെ നമ്മൾ ഇങ്ങനെ വാരി വിളിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മളെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, ലോയേഴ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പാർലമെന്റേറിയൻസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റം റൺ ചെയ്യുന്ന എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഒരൊക്കെ ഇതിനെ വർക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിലവിൽ വെക്കാൻ വേണ്ടിയാണ്. അതായത് ഓൺ പേപ്പർ, ഞാൻ പറഞ്ഞത് ഓൺ പേപ്പറാണ്. സോ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ആൻഡ് ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഇന്റഗ്രിറ്റി ആൻഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി അമംഗ് ദ സിറ്റിസൺസ് ടു ബി ടേക്കൻ നേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു നമുക്കൊരു ഡെവലപ്ഡ് ആയ, വളരെ ഫുൾഫില്ലിംഗ് ആയ, വളരെ പ്രോമിസിംഗ് ആയ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു നല്ലൊരു രാജ്യം, ഓക്കെ, ഫ്രൂട്ട്ഫുൾ ആയ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, ഒരു ഭരണഘടന. സോ മെയിനായിട്ട് നോക്കുന്നത് മെയിൻലി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി സൊസൈറ്റിയിൽ എന്താണ് അഖണ്ഡത സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു യൂണിറ്റി, എല്ലാവരും കൂടിയുള്ള ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ രാജ്യം പ്രവർത്തിക്കാൻ വലിയ സക്സസ് ആവൂ എന്നുള്ള ആ ഒരു, അപ്പം അതിനൊക്കെ മാനദണ്ഡമായ ഒരു സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ടേമാണ് നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് ഈ ലോ ഓഫ് ദ ലാൻഡ്? അതായത് സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, അതായത് ഒരു ഭൂമി, ലോ ഓഫ് ദ ലാൻഡ് ഒരു പ്രദേശത്തിന് ആ പ്രദേശം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു, ഇതിനെങ്ങനെ പരിപാലിക്കപ്പെടുന്ന അതിന് പറയുന്നതാണ് ഈ ലോ ഓഫ് ദ ലാൻഡ്. ആ ലോ ഓഫ് ദ ലാൻഡ് തന്നെ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളായിരിക്കും ആ സുപ്രീം ലോ ഓഫ് ദ ലാൻഡിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റുകളായിരിക്കും. അപ്പം ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ലോ ഓഫ് ദ ലാൻഡ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റുകളുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പലതും ഉണ്ട്. പക്ഷെ ഇന്ത്യയിലെ എല്ലാവരും റൂൾ ചെയ്യുന്നത് സുപ്രീം ഓഫ് ദ ലാൻഡ്. എന്തൊക്കെ പറഞ്ഞാൽ സുപ്രീം ഓഫ് ദ ലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തരാന്ന് പറയുന്നത്.
So the main objective of the Constitution is to promote harmony throughout the nation. അറിയാലോ. Okay. The practice which help in achieving these objectives are ഈ ഒരു ഹാർമണി, ഈ ഒരു ഇന്റഗ്രിറ്റി, ഈ ഒരു യൂണിറ്റി, ഈ ഒരു ഡെവലപ്മെന്റ് അത് കൊണ്ടുവരാൻ വേണ്ടി, അത് വരാൻ വേണ്ടി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ചില ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡെവലപ്മെന്റ് നാഷൻ ആകാൻ പറ്റൂ, അല്ലെങ്കിൽ ഗ്രേറ്റ് നാഷൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളാണ് ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. നമുക്ക് ഫസ്റ്റ് അതിൽ തന്നെയാണ് ജസ്റ്റിസ് എന്നാണ്. Total justice. It is necessary to maintain order in society. There is promise for various provisions of fundamental rights and directive principles of state policies provided by the Constitution of India. It comprises three elements, which is social, economic and political. Okay? അതായത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു ക്രമം വേണം, ഓർഡർ വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അതേതൊക്കെയാണ് ആ പ്രൊവിഷൻസ്? അതൊന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് പ്രൊവൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഏകദേശം ഞാനിപ്പം കറണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് 140 crore+ ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്, അല്ലേ? 140 crore+ ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഈ 140 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഓർഡർ, അവരുടെ ഹാർമണി, അവരുടെ യൂണിറ്റി, അവരുടെ ഐക്യം, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ ജസ്റ്റിസ്, അവരുടെ എല്ലാ രീതിയിലും നടപ്പിൽ വരുന്ന ഈ ലക്ഷ്യങ്ങൾ നിറവേറുന്നു. അത് ഫസ്റ്റ് വന്നാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, അതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ മൗലികപരമായ അവകാശങ്ങൾ. 141 കോടി ജനങ്ങൾക്ക് എന്തുണ്ട്? ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് ഇത്രയും മൗലിക അവകാശങ്ങൾക്ക് അവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ഗ്രാൻഡഡ്. അത്രയും റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രാജ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഗവൺമെന്റ് വെച്ചാൽ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇത്ര കാലത്തിന് ശേഷം നമ്മുടെ രാജ്യം എക്സ്പയർ ചെയ്യുന്നുണ്ട്. ഇത്ര രാജ്യം ഇങ്ങനെ ഒരു സാധനം ഈ രാജ്യത്ത് കൊണ്ടുവരും, ഇന്ന രാജ്യം ഇന്ന ഡെവലപ്മെന്റ് കൊണ്ടുവരും, ഈ രാജ്യം ഈ ലെവലിലേക്ക് നമ്മൾ ഉയരും, അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കും, ഇത്രയും കമ്മ്യൂണിറ്റീസിനെ നമ്മൾ എംപവർ ചെയ്യും. അങ്ങനെ ഒരു ഭാവി നമ്മൾ കാണുന്നത്. അതാണ് ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസീസ് എൻഷുർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ടു ഗെറ്റ് ദാറ്റ് ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് എത്താൻ വേണ്ടി അതുപോലെ തന്നെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. It comprises 3 elements, which is social, economic and political. Okay, so അപ്പോൾ അതായത് ഒരു ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ ഒരു ക്രമം വരണമെന്നുണ്ടെങ്കിൽ ഒന്നും ഗവൺമെന്റ് സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? ഫസ്റ്റും സെക്കൻഡിൽ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ സാറ്റിസ്ഫൈ ആയിരിക്കും ഈ ഗവൺമെന്റിനെ കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടണം, ജസ്റ്റിസ് കിട്ടണം. അതുപോലെ തന്നെ ആ ഗവൺമെന്റിന് ഒരുപാട് എന്തുവാണ് ലക്ഷ്യങ്ങളാണ്, ഭാവി കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. ആ ഫോക്കസിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഓർഡർ കൊണ്ടുവരാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നാണ് ജസ്റ്റിസ്. നീതി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ജസ്റ്റിസ് എന്തൊക്കെ തരത്തില് കാര്യങ്ങൾ, നീതി ഉറപ്പാക്കുക എന്നൊക്കെ പറയുന്നതില്ലേ, എന്തൊക്കെ നീതിയുണ്ട്? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ഇക്കോണമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ് മീൻസ് that the Constitution wants to create a society without discrimination on any grounds like caste, race, gender, religion, etc. നമുക്കറിയാം, നീതി എന്ന് പറയുന്നത്, നീതി നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ കരുതാൻ പാടില്ല. ഏതൊക്കെയാണ്? പല കാസ്റ്റുകളും ഇന്ത്യയിൽ മാത്രം ലോകത്തെമ്പാടുണ്ട്. ഇന്ത്യയിൽ മോസ്റ്റ്ലി കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്രീഡ്, പലതരത്തിലുള്ള ഗോത്രങ്ങൾ, വർഗങ്ങൾ, പല സെക്ടുകൾ, പല ചിന്താഗതിയുള്ള ആളുകൾ, പല ഗ്രൂപ്പിസങ്ങൾ, ലാംഗ്വേജിന്റെ പേരിലോ അതുപോലെ തന്നെ പലതരത്തിലും ഗ്രൂപ്പിസം നമ്മുടെ രാജ്യത്തുണ്ട്. സങ്കരമായുള്ള ഒരു മിക്സഡായുള്ള ഒരു സിസ്റ്റം ഉള്ളത്. ജെൻഡർ, ആൺ പെൺ, അങ്ങനെയുള്ള അതൊന്നും പാടില്ല. റിലീജിയൻ, മതങ്ങളുടെ ഭേദം ചെയ്യാൻ പാടില്ല. നീതി നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നീതി എന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്കീം, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരു ആളുകൾക്ക് എല്ലാവർക്കും ഇത്ര പൈസ കൊടുക്കാന്നുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാം. ഒരു 6,000 അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കാം. ഈ 10,000 രൂപ എന്ത് ചെയ്യണം? എല്ലാവരും തുല്യമായി വെക്കണം. അതിൽ നമ്മൾ ഇതൊന്നും നോക്കാൻ പാടില്ല, ഈ സ്റ്റാറ്റസ് നോക്കാൻ പാടില്ല. ഓക്കെ, വേറെ കാര്യങ്ങൾ നോക്കണം, അവരുടെ എക്കോണമി നോക്കണം, അവരുടെ ഇൻകം നോക്കണം, അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ തീരുമാനിക്കണം. അതുപോലെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ശിക്ഷ വിധിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര ഇംപ്രസ്മെന്റ് ആണ്, എന്തും ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഒരു ശിക്ഷ വിധിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് അയാളുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ പാടില്ല. അത് അതിന്റെ എന്താണ് ശിക്ഷ അളവ് തുറക്കുന്നതിലേക്ക് ഇപ്പം
അതൊന്നും ഇത്തരം കാര്യങ്ങൾ വെച്ച് വെക്കാൻ പാടില്ല. ഓക്കെ, റിപ്ലൈ വേണം, അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട്. And economic justice. Economic justice means no discrimination can be caused by people on the basis of their wealth, income, and economic status. Every person must be paid equally for equal position, and all people must be opportunity for earning their living. അതായത് നമ്മുടെ ബേസിസ് ഫോർ ഇതിന് തരം ലക്ഷ്യമാണ്. അതായത് ബേസ് ഓഫ് ദർ വെൽത്ത്, അതായത് ഒരാളുടെ വെൽത്ത്, ഇൻകം, വരുമാനം, സമ്പാദ്യം, വരുമാനം, അത് എക്കോണമിക് സ്റ്റാറ്റസ്, ഇതൊന്നും നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. എക്കോണമിക് ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്, അതായത് സാമ്പത്തികമായ നീതി ഉറപ്പ് വരുന്നുണ്ട്, ഇത് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ പേര് ഈക്വലി പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാവർക്കും തുല്യമായ വേതനം കൊടുക്കണം. അതായത് ഒരാൾക്ക് ഇന്നത്തെ ഇത് അങ്ങനെ കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും തുല്യ വേതനം കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ഓൾ പീപ്പിൾ മസ്റ്റ് ബി ഓപ്പർച്യൂണിറ്റീസ്, അത് അവരവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നേടാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരം എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. ഇന്ന് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് പേഴ്സൺസിനെ മാത്രം ഒരുപാട് അവസരങ്ങൾ കൊടുക്കും, മറ്റുള്ളവർക്ക് കൺസ്ട്രെയിൻ ചെയ്യുക, ലൈക്ക് അതൊക്കെ പാടില്ല എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് മീൻസ് all the people have equal free and fair right without any discrimination to participate in the political opportunities. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയിലൊരു സിറ്റിസൺ ആണെങ്കിൽ ബൈ ബർത്ത് 25 years ഓഫ് ഏജ് ആണെങ്കിൽ യു ക്യാൻ ബിക്കം ദ പാർലമെന്ററി. നിങ്ങൾക്കൊരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ബിക്കം ദ MP. നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ എന്നിട്ട് അത് ഒരു MP ആകുമ്പോൾ നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ആകും. ഒരു 25 വയസ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഞാൻ പറഞ്ഞു വെറും 25 വയസ്സായാൽ മതി. ഓൺ പേപ്പറാണ്, നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രൊഫഷനാണ് പറയുന്നത്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് വളരെ കുറവാണ്. ലൈക്ക് ബൈ ദ ഏജ് പ്രാക്ടിക്കാലിറ്റി അവിടെ നിൽക്കണം. നമ്മൾ ടെക്സ്റ്റാണ് നോക്കുന്നത്, നമ്മളൊരു ലോ ഉണ്ട് എന്ന് പറയുന്നത്. 25 വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകും. ഏതൊരു വ്യക്തി ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകും, ഏതൊരു വ്യക്തിക്കും ഈ രാജ്യത്തിന് മുഖ്യമന്ത്രിയാകും, ഏതൊരു വ്യക്തിക്കും ലൈക്ക് സെർട്ടൻ ഏജ് ലിമിറ്റാണ് നോക്കുന്നത്. സിറ്റിസൺഷിപ്പും ഏജ് ലിമിറ്റാണ് നോക്കുന്നത്. അതായത് ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് PhD ഉണ്ടോ, നിങ്ങൾക്ക് അതൊന്നും ഇല്ല. നമ്മുടെ രാജ്യത്തിന്റെ അതൊരു അത്രമാത്രം ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണിത്. ലൈക്ക് അതായത് എല്ലാവർക്കും തുല്യമായ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ആർക്കും ഭരിക്കാം. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ഇന്ന മതത്വപ്പെട്ടെന്നോ ഇന്ന ജാതിയിലാണെന്നോ ഇന്ന ഇതിലാണെന്നൊന്നുമില്ല. ആർക്കും ഇന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ലൈക്ക് ഇവിടെ കറന്റ് പ്രൈം മിനിസ്റ്റർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സെൽറൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഏതൊരു എക്കോണമിക് സ്റ്റാറ്റസ് ഒരു വ്യക്തിക്കും ഈ രാജ്യത്തിന്റെ ഏത് പൊസിഷനും ലെജിസ്ലേറ്റീവുള്ള പൊളിറ്റിക്കലായ ഏത് പൊസിഷനും ഓഫീസ് കൈകാര്യം ചെയ്യും. പിന്നെ അതിനുള്ള അർഹതയുണ്ട്, എലിജിബിലിറ്റി ബൈ ബർത്ത് തന്നെ, ബൈ സിറ്റിസൺഷിപ്പോടുകൂടി കിട്ടുന്നതാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടോ അല്ലോ, അവിടെ ഇന്ന ആളുകൾക്ക് മാത്രമേ അവിടുത്തെ പൊളിറ്റിക്കൽ ഓഫീസസ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇന്ത്യ എന്നോട് അത്രമാത്രം പൊളിറ്റിക്കലി ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്. ഇത് 3 ജസ്റ്റിസ് ആണ്. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, ഇതിന്റെ പേരിൽ എക്സെട്രാ, അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. പിന്നെ എക്കോണമിക് വെൽഫെയർ, അത് എല്ലാവർക്കും തുല്യമായ വേതനം, അതുപോലെ തന്നെ ജീവിക്കാനുള്ള ആ ഒരു തുക നേടാനുള്ള ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി തുല്യമായിരിക്കണം. ഒരാൾക്ക് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് അങ്ങനെ പാടില്ല. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു എല്ലാവർക്കും തുല്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓഫീസ് കൈകാര്യം ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ആർക്കും ഈ രാജ്യത്ത് ഒരാൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. You can become the Prime Minister of this country. You can become the President of this country. You can become the Chief Minister. You can become an MLA. You can become an MP. You can become a cabinet member. Okay? So ഇത്രയും കാര്യമാണെന്ത് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വാലിറ്റി എന്ന് പറഞ്ഞു. ക്വാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും എല്ലാം തുല്യരാണ്. ഈ തുല്യതയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും തുല്യരല്ല, കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനുള്ളത്. ഓക്കെ, എവിടെയാണ് തുല്യത എന്ന് കൂടി ഉണ്ട്. ഓക്കെ, എവിടെ ആർക്കൊക്കെ ഇതിനൊക്കെ മുമ്പിലാണ് തുല്യത എന്ന് കൂടി ഉണ്ട്. അതാണ് equality. The term equality means no section of the society has any special privileges and all the people have given equal opportunities for everything without any discrimination. എല്ലാ ജനവിഭാഗവും, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഏതൊരു ജനവിഭാഗത്തെയും കൂടിയായിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ പ്രിവിലേജ് ഒന്നുമില്ല. ഇന്ന കമ്മ്യൂണിറ്റിക്ക് ഇന്ന പ്രിവിലേജ്, ഇന്ന പെർട്ടിക്കുലർ ഇന്ന പ്രിവിലേജ്, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങളുണ്ട് ഫോർ എവറി, എല്ലാത്തിനും without any discrimination. Everyone is equal before the law. എവിടെയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, അത് ലോയുടെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. അതായത് പ്രസിഡന്റ് എന്നോ പ്രൈം മിനിസ്റ്റർ എന്നോ അല്ലെങ്കിൽ സിറ്റിസൺ എന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും എന്താണ് തുല്യത ഉറപ്പുവരുത്തുന്നത്. ലൈക്ക് ഒബ്ജക്റ്റീവ്സ് ആണ് ഇതൊക്കെ. ഒബ്ജക്റ്റീവ്സ് വെച്ചാൽ ഇത് നേടാൻ വേണ്ടിയിട്ടുള്ള
ആ ഒരു മെത്തോഡിലാണ്, സ്ട്രൈവിങ്ങിലാണ്, സ്ട്രഗിളിങ്ങിലാണ് നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഇത് നേടും, കാരണം ഇതാണ് അതിൻ്റെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് നേടും എന്നാണ് പറയുന്നത്. മേ ബി ഇപ്പം നടത്താതിരിക്കാൻ പറ്റാതെ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ലക്ഷ്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു എന്തൊരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളാവും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം റൺ ചെയ്യുന്നത് ഇത്തരം ലക്ഷ്യങ്ങൾ വേണ്ടിയിട്ടാണെന്ന് മാത്രമല്ല, ഒരു ലക്ഷ്യം ഒബ്ജക്റ്റീവ്സിലാകും പിന്നെ എന്ത് വോട്ടിങ് അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ വേണം. അതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ലിബർട്ടിയാണ്. എന്താണ് പറയുന്നത് ലിബർട്ടി? The term liberty means freedom for the people to choose their way of life, have political views and behavior in society. Liberty does not mean freedom to do anything. A person can do anything but in the limits set by the law. അത് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്, സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമാണ് വിത്തിൻ എ ലിമിറ്റ് സെറ്റ് ബൈ ദ ലോ. നിയമം നമ്മൾക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് വി ക്യാൻ ഡു സംതിങ്. ഓക്കെ, the term liberty means freedom for the people to choose their way of life. എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കണം. വേറൊരാൾക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെയൊന്നും ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഹാവ് പൊളിറ്റിക്കൽ വ്യൂസ് എന്താണ്, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാം. ആൻഡ് ബിഹേവിയർ ഇൻ സൊസൈറ്റി, ഇങ്ങനെ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും ഗുഡ് ടേംസ് ആണ്. അങ്ങനെ ജീവിക്കാനുള്ള ലിബർട്ടി നമ്മുടെ രാജ്യം തരുന്നുണ്ട്. ഇതേപോലെയെല്ലാം വേറെ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും പല കൾച്ചറിൽ, പല സൊസൈറ്റിയിലായിട്ടുള്ള പല ലൈക്ക് ഫോഴ്സ് ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രയോഗം അതാണ് ഈ ലിബർട്ടി എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ലൈക്ക് ലിമിറ്റ് സെറ്റ് ആയതല്ലോ, ലോ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഏതാണ് ഫാറ്റേണിറ്റി? ഫാറ്റേണിറ്റി മീൻസ് a feeling of brotherhood and an emotional attachment within the country and all the people. അതായത് ഈ ഫാറ്റേണിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫാറ്റേണിറ്റി ഹെൽപ്സ് ടു പ്രൊമോട്ട് ഡിഗ്നിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. അതായത് ഫാറ്റേണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യമാണത്. എല്ലാ ആളുകളും, അതായത് എല്ലാ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ഒരുതരം കോമൺ ബ്രദർഹുഡ്, സഹോദര ബന്ധം ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ലൈക്ക് ഇന്ത്യ ഈസ് എ കൺട്രി, ഇന്ത്യ നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്നത്. ഈ ഒരു ഫാറ്റേണിറ്റി ഉറപ്പിക്കാൻ വേണ്ടി ചെറിയ ശ്രമങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്കീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തുല്യരാണ്. ലൈക്ക് കൺട്രിയോട് നമുക്ക് പ്രത്യേകമായ ഒരു അറ്റാച്ച്മെന്റ് വേണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും വേണം തുല്യരാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഐക്യം ഉണ്ടാവും. ഈ സാഹോദര്യം അതേപോലെ ലൈക്ക് ഇന്റൻഷനിൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഉണ്ടാവും. ആളുകളില്ല, എല്ലാവരും ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല പ്രൊമോട്ട് ഡിഗ്നിറ്റി, ഓരോ വ്യക്തിക്കും അവരുടേതായ മഹത്വമാണ് ഡിഗ്നിറ്റി. സോ അത് കൊണ്ടുവരാനും അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ദ നേഷൻ ഊട്ടി ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഫാറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് വെച്ചിരിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ മനസ്സിലായി വിചാരിക്കും. ഇപ്പോൾ ഇത് എന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മുടെ ലോ എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് അത്രമാത്രം കോംപ്ലക്സ് ആണ്. കാരണം ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എന്താണ് എന്തെങ്കിലും ചെറിയൊരു സിംഗിൾ 2 പേജ് പേപ്പർ വെച്ചിട്ട് റൺ ചെയ്യുന്ന കൺട്രി അല്ലേ. ദിസ് കൺട്രി എൻകൾപ്സ് എവറിത്തിങ് ആൻഡ് എസ്റ്റിമേറ്റ്സ് എവറിത്തിങ് ആൻഡ് ലൈക്ക് ഫോക്കസ് എവറിത്തിങ്. അതൊക്കെ എന്തൊക്കെ വരാനുള്ളത് ഈ രാജ്യത്ത് ഇങ്ങനെ രാജ്യത്തിലെ ലൈക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റേഴ്സ്, ദ പീപ്പിൾ ഹു ആർ റണ്ണിങ് ദ ഗവൺമെന്റ്, they are doing it. That's why we can live in this country peacefully. അങ്ങനെയാണെങ്കിൽ പറയാം. ഇതിങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റെപ്യൂട്ടേഷൻസ് ഉണ്ട്, ഇത്രയും വ്യാഖ്യാനങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു 25 മിനിറ്റ് സംസാരിച്ചു, 30 മിനിറ്റ് സംസാരിച്ചു. ദാറ്റ് മീൻസ് വാട്ട്? ദിസ് കൺട്രി ഈസ് ടെറിങ് എവറിത്തിങ്. ദിസ് കൺട്രി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ടു ആൻ എക്സ്റ്റെന്റ്. ഓക്കെ, ടു അക്കോമഡേറ്റ് ദിസ് പീപ്പിൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അത്രമാത്രം മഹാത്മ്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തോ വലിയ ലൈക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് വരാൻ പറ്റും. അത്രമാത്രം മഹാത്മ്യം കുറയും. അത്രയും ഈ ഡോക്യുമെന്റ് അത്ര വാലിഡിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, നമ്മുടെ ലോസ് ആയിട്ട് എല്ലാത്തിനും when you read it, when you dive deep into it, then you understand how good things are working. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതാണ് അപ്പോൾ നമ്മൾ ഇത്ര ഈ ലോ ഞാനൊരു ലൈക്ക് എൻ്റെ ഒരു ഫാസിനേഷനാണ്. എൻ്റെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന നേരം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ രാജ്യത്ത്. നമ്മൾ സാധാരണക്കാരനല്ല ചിന്തിക്കുന്നത് പലതും. പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. പീപ്പിൾ ആർ ഈ ലോസും ഫ്രെയിമൊക്കെ ചെയ്യുന്നത്. അന്നേ നമ്മൾ ഫോർ ഫാദേഴ്സിനെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ വലിയൊരു കാര്യമാണ്. പട്ടോ ഞാൻ എത്ര ഇത് കൊടുക്കല്ല. ഇതൊരു 9 o'clock ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോറി, ഒരു നല്ലൊരു ഡോക്യുമെൻ്റ് ആണ്. അത്രയും. സോ അത്രയുമാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. ഇനി ഒബ്ജക്റ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനുണ്ട്. പ്രിയാമ്പിളിൻ്റെ സ്റ്റാറ്റസ് പറയാനുണ്ട്. സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ, ഈ പ്രിയാമ്പിളിൻ്റെ സ്റ്റാറ്റസ് പ്രകാരം എന്താണ് അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ജസ്റ്റിസബിൾ ആണോ നോൺ ജസ്റ്റിസബിൾ ആണോ നേരത്തെ പറഞ്ഞായിരുന്നു. അല്ലെ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് ഓഫ് നോട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ആയില്ല അല്ലെങ്കിൽ എങ്ങനെ ആയിന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു.